ദിവസം പോലും കടന്നു പോകുന്നില്ല. ഇപ്പോൾ 26 റെക്കോർഡ്, സംഗീത റെക്കോർഡ് നേടിയിട്ടുണ്ടെങ്കിൽ ആ 3 റെക്കോർഡ് നസീർ സാറിൻ്റെ പേരിലായിരുന്നു. 2019 നസീർ സാറിൻ്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം പാടിയ 31 ഗാനങ്ങൾ 3.5 മണിക്കൂർ ബൈഹാർട്ട് പാടി അന്നത്തെ റെക്കോർഡ് കിട്ടി. അന്ന് ആ വർഷം തന്നെ നസീർ സാർ പാടി അഭിനയിച്ച 51 ഗാനങ്ങൾ 5 മണിക്കൂർ ബൈഹാർട്ട് പാടി അടുത്ത റെക്കോർഡ് കിട്ടി. 2023 നസീർ സാറിൻ്റെ 34ാം ചരമവാർഷിക ദിനത്തിൽ വയലാർ രാമവർമ്മ എന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതി, ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത്, ദാസേട്ടൻ പാടി, പ്രേം നസീർ സാർ പാടി അഭിനയിച്ച 34 ഗാനങ്ങൾ. ആ 3 റെക്കോർഡാണ് എനിക്ക് നസീർ സാറിൻ്റെ പേരിൽ കിട്ടിയത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും എനിക്ക് പോകുമ്പോൾ നസീർ സാറിൻ്റെ പാടി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നുണ്ടായ സംഭവം കോട്ടയം നാട്ടകത്ത് പ്രോഗ്രാം വെപ്പോൾ ഇതുപോലെ ഒരു അമ്മ എന്നോട് ചോദിച്ചു, വെളുത്ത ബാബനേക്കാൾ വെളുത്ത നിറം, ഈ പാട്ട് ഏത് പടത്തിലാണ്? അപ്പോൾ ഞാൻ പറഞ്ഞത് വിഭാഗ സമ്മാനം. ആരെ എഴുതിയത്? ഞാൻ പറഞ്ഞു വയലാർ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയതാണ്, ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്തത്, ദാസേട്ടൻ പാടി, പ്രേം നസീർ സാർ കണ്ണൻകുട്ടി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ പാട്ട് പാടാൻ പറഞ്ഞു. പിന്നെ ഞാനുണ്ടായ അനുഭവം. ഒരിക്കൽ ദാസേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോലെ ഞാനൊരു പാട്ട് പാടിയാൽ അതിന് കൃത്യമായ റിസൾട്ട് കിട്ടുന്ന നസീർ സാർ പാടുമ്പോഴാണ്. ഈ ഓമല ആരോമല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞരമ്പിങ്ങനെ പെട്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിലയ്ക്ക് വാങ്ങിയ വീണ എന്നൊരു സിനിമയിൽ 9 പാട്ടുണ്ട്. അതിലെ 6 പാട്ട് നസീർ സാർ പാടി ഉപയോഗിച്ച. ദക്ഷിണമൂർത്തി സ്വാമിയോടൊപ്പം ഞാൻ ഒരിക്കൽ ദുബായി പോയപ്പോൾ സ്വാമി ഞാനിരുന്നപ്പോൾ ഈ പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞ് ദാസേട്ടൻ പാടുന്നതിനേക്കാൾ പുതിയ നസീർ സാറ് പാടുമ്പോഴെന്ന് ആ ഭാവ വ്യത്യാസം. ശ്രീകുമാര തമ്പി സാർ എഴുതി, സ്വാമി സംഗീതം ചെയ്ത്, ദാസേട്ടൻ പാടി, പ്രേം നസീർ സാർ പിന്നീട് ഗായകനായ വിജയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ പാട്ടിൻ്റെ പല്ലവിയിൽ തന്നെ നമുക്കത് ശ്രുതി മാത്രം വാടിക്കരിയുന്ന കദളി മുകുളം ഹൃദയത്തിലരിവേനൽ മാത്രം ഹൃദയത്തിലരിവേനൽ മാത്രം. ആ സീൻ കണ്ട നമുക്കൊരു ദുഃഖം വരും. അതിൻ്റെ 2ാം ഭാഗത്ത് നെടുവീട്ടിൻ താളമാ ഇതുവഴിയൊഴുകും ചുടലപ്പറമ്പിലെ കാറ്റേ ഉണരൂ വന്നെന്നെ ഉണരൂ ഉണരൂ വന്നെന്നെ ഉണരൂ സ്വരരാഗമധുരിമൈ ചൂടിയ കാറ്റേ ഗന്ധർവഗാനത്തിൻ അന്തിമ പാദമേ ചിന്തകളിൽ വീണുറയൂ. ദാസേട്ടൻ പാടിയ പാടി നസീർ സാറ് സ്ക്രീനിൽ പാടിയപ്പോഴാണ് ഈ പാട്ടിൻ്റെ ഒരു പൂർണ്ണതയുള്ളത്. ഞാൻ വയലാർ ഞങ്ങളുടെ കുടുംബത്തിൽ പോകുമ്പോൾ ഒരിക്കൽ ചേച്ചി പാടിയ പാട്ട് അമ്മ, എൻ്റെ ഭാരതി തമ്പുരാട്ടി, എൻ്റെ പ്രിയപ്പെട്ട അമ്മ. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡെന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഞാൻ പറയും, എനിക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ്. 10 വർഷം മുമ്പ് വയലാർ എന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ ഭാരതി തമ്പുരാട്ടി എന്നെ അണിയിച്ചതാണ് വയലാർ എന്ന് എഴുതിയ ഈ ഒരു പവൻ്റെ മോതിരം. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ്. അപ്പോൾ ഒരിക്കലും അമ്മ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, നസീർ സാറും സുജാത ചേച്ചിയും സുമിത്രയും ഗൗരവനു ചേച്ചിയും പാടുന്ന ഒരു പാട്ട് ചക്രവാക സിനിമ. ഇത് പാടിയത് ദാസേട്ടനും ശ്രീലത ചേച്ചിയും അടൂർ ബാസി ചേട്ടനും. 1ാം തരം പാട്ട് നസീർ സാറ് സുമിത്രയ്ക്ക് വേണ്ടി പാടിയത് അന്ന് പ്രിയപ്പെട്ട ശ്രീലത ചേച്ചിയായിരുന്നു. ദാസേട്ടൻ്റെ പക്ഷേ വെളുത്തവാവിനും മക്കൾക്കും വെള്ളിത്തലക്കെട്ട് വേമ്പനാട്ടു കായലിലെ മഞ്ഞക്കുളിക്കൂട്ട്. അടുത്ത ഭാഗം ആരാ പാടുന്നത്? അടൂർ ബാസി ചേട്ടൻ. വേച്ചു വേച്ചു പന്തലിലെത്തും കാത്തിരിത്തിരി കള്ള്. അടൂർ ബാസി. 2ാം ഭാഗം ദാസേട്ടൻ പാടി കഴിഞ്ഞ് ശ്രീലത ചേച്ചി വരും. കരിമ്പുള്ളിറൊക്കെയിട്ട് കരിമീനും കൂട്ടുകാരും കൈകൊട്ടി കളിക്കുന്ന കടവരികത്ത്. അടുത്ത ശ്രീലത ചേച്ചി. കൈതപ്പൂട മുറിഞ്ഞു വരും പോലൊരു കല്യാണ പെണ്ണ്. അടുത്ത അടൂർ ബാസി ചേട്ടൻ. അവൾ കഴിഞ്ഞ വിഴുകി തൊഴേണ്ടൊരു കല്യാണ പെണ്ണ്. ആ പെണ്ണിനെ ഞങ്ങൾക്ക് താ പെൺ തുറക്കാരെ, ആ പൊൻപണം മിണ്ടി വെക്കണം ആ തുറക്കാരെ. ഇത് പ്രിയപ്പെട്ട ചേച്ചി പാടിയതാണ്. ഏറ്റവും മനോഹരമായി വയലാറച്ഛൻ എഴുതി വെച്ച ഗാനം. അതിലുപോലെ തന്നെ അതിൽ നസീർ സാർ ഒരു കൊച്ചിനോട് പറയുന്ന, ദാസേട്ടനോട് പാടിയത്. നസീർ സാർ അത് പറയുന്ന രസം,
പടിഞ്ഞാറൊരു പാലാഴി, പാലാഴിയിലൊരു പൊൻതോണി, തൊടയില്ലാതോടുന്ന തോണിക്കകത്തൊരു തുള്ളാട്ടം തുള്ളണ പാവക്കുട്ടി, പാവക്കുട്ടി, പാവക്കുട്ടി. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതും എനിക്ക് കോട്ടയത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. പലരും ഓഡിയൻസ് പറയുന്ന പാട്ടാണ് ഞാൻ പാടുന്നത്. അപ്പോൾ അവിടെ അന്നൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു, കണ്ണപ്പനുണ്ടി എന്നൊരു സിനിമയിൽ നസീർ സാറ് പടി ഇറങ്ങി വരുമ്പോൾ ദാസേട്ടനൊരു വിരുദ്ധം പാടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാരും ചോദിക്കുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് 1000 രൂപ സമ്മാനം തന്നു. കണ്ണപ്പനുണ്ടി എന്ന സിനിമയിൽ നസീർ സാറ് ദുർഗാദാസൻ എന്ന ഒരു മരം വെട്ടിയുടെ കഥാപാത്രം, എങ്ങനെ ഒരു ചതിക്കുടിയിലെ ഷീലാമ്മയെ കല്യാണം കഴിഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീല ചേച്ചി. എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി അതിലേറ്റവും ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ശ്രീല ചേച്ചി. അങ്ങനെ ഷീലാമ്മ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഇന്നേക്ക് 101 നാൾ ഈ മരം വെട്ടിയെ എൻ്റെ മാരനാക്കി ഞാൻ മാറ്റും, അന്ന് ഇദ്ദേഹത്തോട് ഏറ്റുമുട്ടി ജയിച്ചാൽ അന്ന് ഞാൻ പെണ്ണാകും എന്ന് പറഞ്ഞ് ഈ 101 ദിവസമാണ് ഇതിനെ കാണിക്കുന്നത്. നസീർ സാറിന് ഫൈറ്റ് പഠിപ്പിക്കുന്നു, പാഠനങ്ങൾ പഠിപ്പിക്കുന്നു. അവസാനം 101 നാൾ നസീർ സാറിന് പടി ഇറങ്ങിയിട്ട് വരുന്നത് ശരിക്കും പടച്ചട്ടക്കിട്ട് ശരിക്കും നമ്മുടെ മേല് പൂത്ത് തരും. ദാസേട്ടൻ്റെ ഒരു വിരുദ്ധം പാടുന്നുണ്ട് നസീർ സാറിൻ്റെ ഇറങ്ങുമ്പോൾ, മണ്ണിൽ നിന്നവൾ കണ്ടെടുത്ത ജഡമാൻ മൺകട്ട വിദ്യതൻ സ്വന്ത ചോലയിൽ വെച്ചു നീട്ടി നവമാണിക്യമായി മാറ്റിനാൾ പൊന്നി. പിന്നെ അവൾക്ക് സ്വജന്മഭവനായി അർപ്പിച്ചു തൻ ജീവിതം മണ്ണിൽ ധന്യമതാകുവാൻ തൻ തരുണനെ തൻ കാന്തനായി എണ്ണി ഞാൻ. ഈ വിരുദ്ധം കഴിയുമ്പോൾ തന്നെ ശീലാമ പറയും, ഇന്നത്തെ ദിവസം ഓർമ്മ മനസ്സിൽ ആ ഓർമ്മയുണ്ട് ഗുരുവേ, ആ ഓംകാരം മുതൽ എല്ലാം ചൊല്ലിത്തന്ന എൻ്റെ ഗുരുവിൻ്റെ വാക്ക് എനിക്ക് ഓർമ്മ. ഇത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞ മേല് പൂത്ത് കയറും. ഇത്രയും ഭംഗിയായിട്ട് പ്രത്യേകിച്ച് ഒരിക്കൽ ജയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, ജയേന്ദ്രൻ ചേട്ടൻ ഒരിക്കൽ ഞാൻ പുറത്തു എൻ്റെ പാട്ടാണ്ടല്ല ഇത്ര നന്നായിട്ട് പാടി ഒരിക്കലും വേറെ പാടില്ല, എന്തൊരു തടവാണ്. ഞാനൊരു പാട്ട് പാടി എനിക്ക് സന്തോഷം തോന്നപ്പെടോ യേശു സാർ പാടി വരിക, എന്താണ് മൂത്തുവന്. ഇപ്പൊ ഞാൻ തിരുവാഭര ഇന്ന് പടമടല്ല, എന്താ സാധനം മൂത്തുവന്. ഇതുപോലെ ഒരു നടനില്ല ഇന്ത്യയിൽ ഇതുപോലെ. ഇത് ചേട്ടൻ പറഞ്ഞൊരു കാര്യം. അപ്പം എന്ന് പറഞ്ഞ നസീർ സാറിനെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കും. ഞാൻ ഒരു കാര്യമോട് പറഞ്ഞു ഞാൻ പണ്ട് ഒരു 10 വർഷം മുമ്പ് ബോംബെയിൽ ഒരു പ്രോഗ്രാമിന് പോയി. ഞാൻ 5 പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളുടെ സ്പോൺസറായിട്ട് സംസാരിച്ചു വന്നപ്പോൾ ആ സ്പോൺസർ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗായകരെയും നടന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എന്നെ സ്പർശിച്ച ഒറ്റ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നസീർ സാറായിരിക്കും. കറക്റ്റ്. സാധാരണ ഒരു നടൻ 2 സിനിമയിൽ അഭിനയിച്ചൊരു നടൻ വരുമ്പോൾ തന്നെ പറയും എനിക്ക് 5 സ്റ്റാർ ഹോട്ടൽ അത് വേണ്ടത്. പക്ഷേ നസീർ സാർ വന്നപ്പോൾ ഞാൻ വലിയ ഹോട്ടൽ നോക്കി, എന്തിനാണ് ഗോപകുമാറെ, ഒരു ഏതെങ്കിലും ഒരു ചെറിയൊരു മുറി പോലെ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നസീർ സാറിന് പകരക്കാരനായി ഇനി ഒരു ജന്മം ഉണ്ടാവില്ല. അവസാന ചിത്രമായ ധ്വനി എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി സാർ എഴുതിയ ഒരു വാക്കുണ്ട്. ആ പാട്ട് ശരിക്കും നസീർ ദേവി നിന്നെ വാർത്തോരാ ദൈവം കലാകാരൻ കലകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം കലകാരൻ. ഇത് ശരിക്കും നസീർ സാറാണ്, പകരമില്ല. ഞാനിപ്പോൾ പ്രിയപ്പെട്ട ശാന്തപുര ചേച്ചിയോട് ഞാൻ കഴിഞ്ഞ വർഷം ഗോവയെ പ്രോഗ്രാം അപ്പോൾ ഒരു അമ്മ എന്നോട് വന്ന് ചോദിച്ചു, കർപ്പൂര ദൈവം തെളിഞ്ഞു എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇത് സഞ്ചാരി എന്ന ചിത്രത്തിൽ ദാസേട്ട സംഗീതം ചെയ്ത് സുജാത പാടി ശാന്തകുമാരി ചേച്ചി സൗദാമിനി എന്ന കഥാപാത്രത്തിൽ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. ആ കഥാപാത്രം നസീർ സാറിൽ സുരേഷ് സുമേഷ് ഒരുപക്ഷെ ഇനി ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേം നസീർ സാർ, ജയൻ മോഹൻലാൽ ഇവർ 3 പേരോട് ചേർന്ന ഒറ്റ സിനിമയുള്ള സഞ്ചാരി. ഇതിലെ സുരേഷ് സുമേഷ് എന്ന ഇരട്ട കഥാപാത്രത്തെ നസീർ സാർ അഭിനയിച്ചു. ഭാർഗവൻ എന്ന ഉപനായകനെ ജയൻ അവതരിപ്പിച്ചു. വില്ലനായ ഡോക്ടർ ശേഖർ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അഭിനയിച്ചു. ഇതിൽ ഇവരുടെ എല്ലാം അമ്മയായിട്ട് സൗദാമിനിയായിട്ട് പ്രിയപ്പെട്ട ശാന്തകുമാരി ചേച്ചിയും അവരുടെ ഭർത്താവായിട്ട് സുന്ദരേശ് എന്ന കഥാപാത്രത്തെ തിക്കുറിശ്ശി ചേട്ടൻ അഭിനയിച്ചു. ഇതൊരു ചരിത്രമായ ഒരു സംഭവമാണ്. എന്തായാലും ഇന്ന് നസീർ സാറിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ സാധാരണ എല്ലാ 16-ന് എനിക്ക് നസീർ സാറിൻ്റെ പാട്ടുകളായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ കൂടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ 26ാമത്തെ സംഗീത റെക്കോർഡ് കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് നേടാൻ എനിക്ക് സാധിച്ചത്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നസീർ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി കണ്ണുനീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നന്ദി, നമസ്കാരം. നസീർ സാറിൻ്റെ സഹോദരി പുത്രിയും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അവരെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ടിനീട്ടോ എത്തിയിട്ടുണ്ട്.
അടുത്തതായി തെസ്നി ഖാനെ ക്ഷണിച്ചോളും.